നമസ്കാരം. പ്ലാസ്റ്റിക് ഉയർത്തുന്ന പാരിസ്ഥിതിക വിഷയങ്ങളെക്കുറിച്ച് ഏവരും ബോധവാന്മാരാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ പരമ്പരാഗത പ്ലാസ്റ്റിക്കുകൾക്ക് സുസ്ഥിരമായ ബദലുകൾക്കായുള്ള ഗവേഷണാന്വേഷണങ്ങൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഊർജിതമായി കൊണ്ടിരിക്കുകയുമാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മണ്ണിലും സമുദ്രത്തിലും വർഷങ്ങളോളം വിഘടിക്കപ്പെടാതെ കിടക്കുമെന്നത് അത് ഉയർത്തുന്ന വലിയ പ്രതിസന്ധിയാണ്. ഇത്തരത്തിൽ മണ്ണിലും സമുദ്രത്തിലും അടിഞ്ഞുകിടക്കുന്ന പ്ലാസ്റ്റിക്കുകൾ മൈക്രോ പ്ലാസ്റ്റിക്കായി മാറുകയും അങ്ങനെ അവ പരിസ്ഥിതിക്ക് ഗുരുതര വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുന്നു. ഇക്കാരണത്താൽ പ്ലാസ്റ്റിക് വിഘടനം വേഗത്തിലും പൂർണ്ണമായും സാധ്യമാക്കാനാവുന്ന വിവിധ മാർഗങ്ങളും ശാസ്ത്രലോകം തേടി കണ്ടെത്തി വരികയുമാണ്. പ്ലാസ്റ്റിക്കിന്റെ വഴക്കവും ഈടും നിലനിർത്തും വിധമുള്ള ബയോ പ്ലാസ്റ്റിക്കുകളും പ്ലാസ്റ്റിക് വിഘടനത്തിന് ഉപയുക്തമായ വിവിധ കണ്ടുപിടുത്തങ്ങളും ആഗോള വ്യാപകമായി നടന്നു വരുന്നതിനിടെ ചൈനയിൽ നിന്നും ഒരു ശുഭവാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്ന നിർമ്മാണത്തിന് പേരുകേട്ട സസ്യമായ മുളയിൽ നിന്നും ബയോ പ്ലാസ്റ്റിക് ഉൽപ്പാദിപ്പിച്ച് സുസ്ഥിര ഭാവിക്കായി പുതിയൊരു വാഗ്ദാനം കൈമാറി ശ്രദ്ധേയരാവുകയാണ് ചൈനയിലെ നോർത്ത് ഈസ്റ്റ് ഫോറസ്ട്രി യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ. ഈ ഗവേഷകർ സാധ്യമാക്കിയിരിക്കുന്ന മുളയധിഷ്ഠിത ബയോ പ്ലാസ്റ്റിക് പരമ്പരാഗത പ്ലാസ്റ്റിക്കുകളുടെ വഴക്കവും ഈടും വൈവിധ്യവും അനുകരിക്കുന്നതിനൊപ്പം തന്നെ ജൈവ വിഘടനത്തിൽ നിലവിലുള്ള പ്ലാസ്റ്റിക്കുകളെക്കാൾ അതിശയകരമായ ഗുണങ്ങളും ഈ പുതിയ മെറ്റീരിയൽ പ്രകടമാക്കുന്നുണ്ട്. മുള അടിസ്ഥാനമാക്കിയുള്ള പ്ലാസ്റ്റിക് 50 ദിവസത്തിനുള്ളിൽ മണ്ണിൽ വിഘടിക്കുമെന്നാണ് ഗവേഷകർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇത് സുസ്ഥിര പ്ലാസ്റ്റിക് ബദലുകളിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായി അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. ഈ കണ്ടെത്തൽ ലോകത്തിലെ വ്യവസായ മേഖലകളെ തന്നെ പരിവർത്തനം ചെയ്യാനും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുറയ്ക്കാനും വഴിയൊരുക്കുന്ന കണ്ടുപിടുത്തമായാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പരമ്പരാഗത പ്ലാസ്റ്റിക് പദാർത്ഥങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചൈനീസ് ഗവേഷണ സംഘം വികസിപ്പിച്ചെടുത്ത മുളയധിഷ്ഠിത പ്ലാസ്റ്റിക് നിരവധി ഗുണഗണങ്ങളാണ് പ്രകടമാക്കുന്നത്. വേഗത്തിലുള്ള ജൈവ വിഘടനത്തിനപ്പുറം മെക്കാനിക്കൽ താപപ്രകടനത്തിലും ഈ മെറ്റീരിയൽ മികച്ചതാണ്. വ്യാവസായിക ഉപയോഗത്തിന് പ്രത്യേകിച്ച് ശക്തിയും ഈടും ആവശ്യമുള്ള വിവിധ ആപ്ലിക്കേഷനുകളിൽ ഇത് ഒരു പ്രായോഗിക ബദലായി മാറുന്നു. കുറഞ്ഞ കാലയളവിനുള്ളിൽ മണ്ണിൽ വിഘടിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ലൂപ്പ് പുനരുപയോഗത്തിന് വിധേയമാകാനുള്ള കഴിവ് പരിസ്ഥിതി സൗഹൃദ പരിഹാരമെന്ന നിലയിൽ ഈ പുതിയ മെറ്റീരിയലിന്റെ ആകർഷണം വർദ്ധിപ്പിക്കുന്നു. നിലവിൽ പ്രചാരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളെയും ബയോ പ്ലാസ്റ്റിക്കുകളെയും അപേക്ഷിച്ച് പുതിയ ബാംബു ഡിറൈവ്ഡ് മെറ്റീരിയൽ പ്ലാസ്റ്റിക്സ് അഥവാ BM പ്ലാസ്റ്റിക്കുകൾ അതിശയകരമായ മെക്കാനിക്കൽ പ്രകടനം കൈവരിക്കുന്ന മെറ്റീരിയലാണ്. ഗവേഷണ ഫലപ്രകാരം മുളയിൽ നിന്നുള്ള ബയോ പ്ലാസ്റ്റിക്കിന് 110 മെഗാപാസ്കൽ ടെൻസൈൽ പവറും 6.41 ഗിഗാപാസ്കൽ ഫ്ലെക്ചറൽ മോഡുലസുമുണ്ട്. അതിനാൽ തന്നെ ഉയർന്ന സമ്മർദ്ദാവസ്ഥകളിലും താപവ്യതിയാനങ്ങളിലും ഈ മെറ്റീരിയൽ അതുല്യ സ്ഥിരത കാഴ്ചവെക്കുന്നു. 156 ഡിഗ്രി ഫാരൻഹീറ്റ് അതായത് ഏകദേശം 180 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ പോലും ഈ വസ്തു രൂപമാറ്റം വരാതെ നിലനിൽക്കുകയും ചെയ്യും. അതിനാൽ തന്നെ വിവിധ വ്യവസായങ്ങൾക്ക് പ്രത്യേകിച്ച് ഗാർഹിക ഉൽപ്പന്ന നിർമ്മാണം, വാഹന ഘടകങ്ങളുടെ നിർമ്മാണം, പാക്കേജിംഗ് തുടങ്ങിയ വൈവിധ്യമാർന്ന രംഗങ്ങളിൽ ബാംബു ഡിറൈവ്ഡ് മെറ്റീരിയൽ പ്ലാസ്റ്റിക്സ് ഉപയോഗപ്പെടുത്താനാകും. ഇങ്ങനെ വിവിധ മേഖലകളിൽ പരമ്പരാഗത പ്ലാസ്റ്റിക്കുകളെ മാറ്റിസ്ഥാപിക്കാൻ മുളയധിഷ്ഠിത പ്ലാസ്റ്റിക്കിനാവുമെന്നും അതുപോലെ തന്നെ ആവശ്യമായ പ്രകടന മാനദണ്ഡങ്ങൾ നിലനിർത്തിക്കൊണ്ട് പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുമെന്നുമാണ് ഗവേഷക സംഘത്തിന്റെ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത്. ഈ പ്ലാസ്റ്റിക് ഗവേഷണഘട്ടം പിന്നിട്ട് വിപണിയിൽ വ്യാപകമാകുമ്പോൾ അത് ലോകത്തിനു മുന്നിൽ പരിസ്ഥിതിയുടെ സുസ്ഥിരതയ്ക്കായുള്ള ഒരു വാതായനമാണ് തുറന്നിടുക. അതോടൊപ്പം മുളയധിഷ്ഠിത പ്ലാസ്റ്റിക് എന്ന ഈ ചൈനീസ് മാതൃക മുളസമ്പത്തേറെയുള്ള വിവിധ രാജ്യങ്ങൾക്കും വലിയൊരു വാഗ്ദാനമായി മാറുകയാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.